കൂട്ടുകാരെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നസീറിക്ക, പ്രജോദേട്ട, ബിജുകടൻ ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ സ്കിറ്റ് അവതരിപ്പിക്കാൻ ഒരു കൊച്ചു കുടുംബമാണ് വരുന്നത്. പക്ഷെ വലിയ പെർഫോമൻസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സൺരാജ് ആൻഡ് ഫാമിലി. അമ്മ ചോറായില്ലേ? വിശക്കണേ. ഈ ചമ്മന്തി ഒന്ന് അരക്കട്ടടാ. ചമ്മന്തിയോ? അപ്പൊ നിങ്ങളല്ലേ പറയുന്ന അയില കൂട്ടാണ്ട് നോക്കേ. അയില കൂട്ടാനോ? അയൽ കൂട്ടുണ്ട് നടാനോട് ഞാൻ പറഞ്ഞേ. അപ്പൊ സൺരാജ്, ഷിജുല ആൻഡ് സാദുൽ ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞ പരിപാടിയിൽ നാട്ടിലെ കോമഡിക്കാരെന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന ആൾക്കാർ ഒന്നിനൊന്നും മെച്ചമാണ്. ഇപ്രാവശ്യം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ 3 പേരും വന്ന് നമുക്ക് മനസ്സ് നിറഞ്ഞ് നിങ്ങൾ കളിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇനി നിങ്ങളുടെ മാർക്കിലേക്ക് കിടക്കാം. ആദ്യം മണിക്കൂട്ടാ. ഞാൻ ഒരു 14,000 രൂപ വരെയാണ്. അപ്പൊ ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 14,000 രൂപ. ടോട്ടൽ എത്രയായി? അപ്പോൾ 28,000 ആയി. ഓക്കെ, 28,000 രൂപയായി. ഇനി പറഞ്ഞ പോലെ ബിജുക്കുട്ടാ, ബാക്കി ഞാൻ സെറ്റ് ചെയ്താ. പിടിച്ചോ. ഹലോ അച്ഛാ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇങ്ങോട്ട് കാട്ടിക്ക. ഒന്നുമില്ലെങ്കിൽ ആ ലാപ്പ് അല്ലെങ്കിൽ ഈ കോപ്പ്. ഹലോ ഹലോ, എന്താ നിങ്ങളൊരു തേങ്ങയും മിണ്ടാത്തത്? അവിടുന്ന് മുണ്ടിനെ കേൾക്കണെങ്കിലേ ഈ തേങ്ങ മാറ്റിട്ട് അത് ഹലോ, നിങ്ങൾ 16-ന് എത്തൂലേ? ആരാ 16-ന്? ആര് 16-നല്ല, 16-ാം തീയതി എത്തൂലേന്ന്. അന്നാണ് ഓഡീഷൻ. നാട്ടിലെ കോമഡിക്കാർ. കാട്ടിലെ നോട്ടടിക്കാരോ? കള്ളനോട്ടിന്റെ ആൾക്കാരാവും. വെറുതെ അതിൽ പോയി പടണ്ടാ. അതല്ല, നാട്ടിലെ കോമഡിക്കാർ. ഓ, നമ്മളെ ഫ്ലവേഴ്സ് ചാനലിലെ ഇത് ഐറ്റം വേറെ എന്നുള്ള പരിപാടി അല്ലേ? ആ, ഓരോരുത്തര് വന്ന് എത്ര പൈസയാ കൊണ്ടുപോകുന്നേ. ഏട്ടാ, നമുക്ക് പോണം ഫ്ലവേഴ്സില്. എന്നിട്ടേ ഗോൾഡൻ പഞ്ച് അടിക്കണം. ഒരു 10 ഗോൾഡൻ പഞ്ച് അടിച്ചാൽ മതി. നിങ്ങൾ ഗൾഫിലും പോണ്ട, നമ്മളെ കട മൊത്തം തീരും ചെയ്യും. എടി, അത് കേക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ കയ്യും വീശി ചെന്ന എങ്ങനെ അടിക്കും? ഇടി സ്കിറ്റ് വേണ്ടേ? അതൊക്കെ ഞാൻ ഏറ്റു. നമ്മളെ സ്കിറ്റ് പഠിപ്പിക്കാനേ ഒരാശാനം അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ. മൂപ്പര് നല്ലൊരു ഫ്രഷ് സ്കിറ്റും കൊണ്ടേ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരും ചെയ്യും. ആഹാ, ഇജക്ക് ഫുൾ സെറ്റപ്പ് ചെയ്തുല്ലേ? എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിക്കോ. 16-ാം തീയതി രാവിലെ ഞാൻ അവിടെ എത്തും. ഓക്കെ ഓക്കെ, അപ്പൊ സെറ്റ്. എടാ, അച്ഛ ഓഡീഷന്റെ അന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നു. അതിന് തേങ്ങ അച്ഛ രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങുന്നു. എന്നിട്ട് നമ്മളെല്ലാരും കൂടി ഓഡീഷന് പോകുന്നു. ആഹാ, എന്തിനാ ഈ നിലത്തെടുക്കണേ? ഒരു ഫ്ലൈറ്റിൽ എന്റേതാ. അച്ഛൻ വന്നിട്ട് വേണം എനിക്കൊരു ഗോൾഡൻ പഞ്ച് കിട്ടാൻ. അത് കഴിഞ്ഞ വരവിന് കിട്ടിയല്ലേ? എന്ത്? നിങ്ങൾ ഗോൾഡ് കാണുന്ന വാശിച്ചപ്പോ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു പഞ്ച്. ഇതാ പഞ്ചല്ല, ഐറ്റം വേറെയിലെ ഗോൾഡൻ പഞ്ച്. സത്യം. കണ്ണെത്താമല മാമലയേറി നോക്കെട്ടാ പള്ളിപ്പാന പന്തലൊരു കട കുടുകുടു പണ്ടി ചെണ്ടമുറു സഞ്ചിയും തൂക്കി ചാടാതെ എന്ത് കങ്കാരൂരുണ്ടായതാ? ആശാനെ, നമുക്ക് ഗോൾഡൻ പഞ്ച് അടിക്കണം. അടിക്കാം. ചമ്മന്തിക്കുള്ള തേങ്ങ ആ പറഞ്ഞാല് മാ എന്നുള്ള അക്ഷരം ഒഴിവാക്കിയാല് കറക്റ്റാ. നിങ്ങക്ക് തേങ്ങാ ചമ്മന്തി അരക്കാൻ തോന്നി എന്റെ ഭാഗ്യം. വല്ല നെല്ലിക്ക ചമ്മന്തി ആയിരുന്നെങ്കിൽ. അമ്മ വിശക്കണ്, മൊബൈല് താ. അല്ല, ഈ ഏരിയയിലൊക്കെ കുട്ടികൾക്ക് വിശക്കുമ്പോ മൊബൈലാണോ തിന്നാൻ കൊടുക്കല്? അയ്യോ, അവൻ റീൽസ് കണ്ടേ ഭക്ഷണം കഴിക്കൂ. അത് കുഞ്ഞുനാള് മുതലുള്ള ശീല. എന്ത് ചെയ്യും നോക്കണേ, ന്യൂ ജനറേഷന്റെ ഒരു കാര്യേ. ഇന്റെ ഒക്കെ കുട്ടിക്കാലത്ത് എന്റെ അമ്മ അമ്പിളിമാവനെ കാണിച്ചു തന്നിട്ടാ എന്നെയൊക്കെ കഴിപ്പിക്കാറ്. അപ്പൊ പകലൊക്കെ താൻ പട്ടിണി നടക്കുമായിരിക്കും. അയ്യോ മോനെ, അങ്ങനൊന്നും പറയരുത്. ഇത് നമ്മൾ അഭിനയം പഠിപ്പിക്കാൻ വന്ന ആശാനാണ്. ഞാൻ രവി, വൈറ്റിലയിലുള്ളതാ. വയറ്റിലാണെങ്കിൽ രവി അല്ലല്ലോ, വിര. ആശാനെ, ആശാ മോനെ പഠിപ്പിച്ചു തുടങ്ങിക്കോ. ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ആയിക്കോട്ടെ, നടക്കട്ടെ. മോനെ, ഒരു കാര്യം ചെയ്യും. ആദ്യം വന്ന് ആശാന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങ്. എന്ത് അനുഗ്രഹം? അയ്യോ, ഇത് നമ്മൾ കടയിൽ നിന്ന് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടെന്ന് തരുന്ന സാധനമല്ല. ആശാന്റെ കാല് തൊട്ട് വന്നിക്കീന്ന്. അതൊക്കെ വേണം. പിന്നെ എടാ, നമ്മൾ എന്തൊരു സംഭവം പുതുതായിട്ട് പഠിച്ചു തുടങ്ങുമ്പോ ഗുരുവിന്റെ കാല് തൊട്ട് വന്ദിക്കണം. അത് നമ്മളെ സംസ്കാരത്തിന്റെ ഭാഗമാണ്.
ആരോട് പറയാൻ? ഇപ്പത്തെ കുട്ടികൾ വല്ലതും സംസ്കാരത്തിനെ പറ്റി എന്തെങ്കിലും പഠിക്കുന്നുണ്ടാ? അതിന് പറ്റിപ്പോ എന്താ എത്ര പഠിക്കാനുള്ളേ? കർപ്പൂരം വെക്കുക, ഒരു തീകൊള്ളുണ്ട് കാട്ട നിന്നൂലേ. അതല്ല, നമുക്കൊരു സംസ്കാരം ഉണ്ട്. നമ്മക്കല്ല, നിങ്ങക്ക് ഏകവചനം മതിട്ടാ. തീർച്ചയാക്കണ്ട, വൈകാത്തന്നെ ഉണ്ടാവും സംസ്കാരം. നമ്മളെ നാടിന്റെ സംസ്കാരം ആരോട് പറയാൻ? ഈ സമയം കളയാതെ വന്ന് കാല് തൊട്ട് വന്നിക്ക്. ഞാൻ ഇന്നേ വരെ ഒരാളെ കാലും അങ്ങോട്ട് പോയി തൊട്ടിട്ടില്ല. പിന്നെ നിനക്ക് തൊടാൻ വേണ്ടിട്ട് എന്റെ കാലം അങ്ങോട്ട് വരുമോ? ആ വരും. എവിടെ പോണു? ശാസ്ത്രം ജയിച്ച് മനുഷ്യൻ തോറ്റ്. അഞ്ഞാണെങ്കിൽ ഒന്ന് അനുഗ്രഹിച്ചേക്കേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ കൈവെള്ളന്റെ ഫോട്ടോ എടുത്തിട്ട് ആ മൊബൈലിൽ ഇടാം. ഈ അതിങ്ങനെ തലയിൽ വെച്ചോ. എനിക്ക് യാത്രയൊക്കെ മതി കേട്ടാ. പിന്നെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഫീസിന്റെ രസീതി ആദ്യം തന്നെ എഴുതി തരാം. നിന്റെ പേര് പറഞ്ഞേ? ഫെഡറിക് ഗോൺസാൽവസ്. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് പറഞ്ഞാ മതി. ഗ്രിഗറി. നിക്കറ് കീറിയെന്നോ? ഗ്രിഗറി. എന്തേ ഫീസ് കണ്ടേ? അല്ല, ഞാൻ എന്നെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം, അതാ അതിനേക്കാളും എളുപ്പം. അപ്പോ സ്കിറ്റ് പഠിപ്പിക്കുന്നതിന് മുൻപായി അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അല്ല ഷാനെ, ആ. ഇക്കൊരു സംശയം. ചോദിച്ചോ. എന്താണ് ഈ നവരസം? അത് നമ്മൾ ഈ വാറ്റ് ഉണ്ടാക്കുമ്പോ കിക്ക് കൂടാൻ വേണ്ടി ചേർക്കുന്ന ഒരു സാധന. എന്തി? നവസാരം. നവരസം. നവരസം. ആ. നവരസം എന്ന് പറഞ്ഞാൽ 9 ഭാവങ്ങൾ. അതായത് ഈ ശൃംഗാരം മുതൽ ശാന്തം വരെ. മോനെ, ആ. ആശാൻ എന്താ ചെയ്യണേ? മൂപ്പര് ഇവിടെ ശാന്തനായിട്ട് ശൃംഗരിക്കുക. ശാന്തം, ശൃംഗാരം, നവരസങ്ങൾ പഠിപ്പിക്കുക. നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ആ അപ്പോ നവരസങ്ങളിലെ ഒന്നാമത്തെ രസം ശൃംഗാരം. നാട്യശാസ്ത്ര പ്രകാരം ശൃംഗാരം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ടഫാട്ടാ. EMI ഇടാൻ പറ്റൂല. കുറച്ചായിട്ട് പഠിക്കാൻ പറ്റുമോ? എന്നാ ഒരു കാര്യം ചെയ്യും, അതിന്റെ തുടക്കം മാത്രം ഒന്ന് പഠിക്കുക. അതായത് 1 2 1 2. അത് ചെയ്ത് 1 2 1 2. ഇത് ശൃംഗാരല്ല, അത് അഹങ്കാരം. അല്ല പിന്നെ എടാ, ഒരു ഗുരു നിന്നോട് കഴുത്തിളക്കാൻ പറയുമ്പോ ചന്തി ഇളക്കിയാണോ കാണിക്കുന്നത്? ഇളകണല്ലേ ഇളക്കാൻ പറ്റൂ. ചെയ്യൊന്ന് നോക്കണം, ഇവനെ ഞാൻ എങ്ങനെ പഠിപ്പിക്കാനാ അതൊക്കെ? ആശാനെ, എവിടം വരെ എത്തി നവരസങ്ങളൊക്കെ? അയ്യോ, എന്റെ മേഡം ഒന്നും പറയണ്ട. ഇവന് ശൃംഗാരത്തിന്റെ ബേസ് ഇവനറിയാം. പിന്നെ നമ്മൾ പഠിപ്പിച്ച് ഇങ്ങനെ ടോപ്പിക്ക് എത്തിക്കണം. ആശാനെ, ആ. നമ്മൾ ഈ ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ എന്താ വേണ്ടത്? ഓഡിയൻസിനെ നമ്മൾ കൊണ്ടുപോകണം. അതല്ല, ഓഡിയൻസിനെ നമ്മൾ വഴിക്ക് കൊണ്ടുവരണമെന്ന് മനസ്സിലായോ? ഇല്ല. എനിക്ക് മനസ്സിലായില്ല. എന്താന്ന് വെച്ചാൽ നല്ല തമാശയുള്ള സ്കിറ്റ് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ ഓഡിയൻസ് താനെ ചിരിച്ചോളും. നിങ്ങൾ പേടിക്കണ്ട. അതിന് കിടിലൻ 2-3 സ്കിറ്റുമായിട്ടാണല്ലോ ഞാൻ വന്നത്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് നിങ്ങൾ സ്കിറ്റ് ചെയ്യുന്നത്? 3 പേര്. 3 പേരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കിടിലൻ സ്കിറ്റ്. നമുക്ക് ഒരു ക്ലാസ് റൂം പിടിക്കാം. ഒരു മാഷ് 2 കുട്ടികൾ. ഈ മാഷിക്ക് വലിയ വിവരമൊന്നുമില്ല. കുട്ടികൾ എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാഷ് ഫോൺ എടുത്ത് ഒറ്റ വിളിയാ, സരള ടീച്ചറേ. പാനജ ടീച്ചർ എന്നല്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? പത്തനംതിട്ട ടീം കളിച്ചതല്ലേ അത്? ചേട്ടാ, യവന്മാരിത് കയറി കളിച്ച എന്ത് ചെയ്യണം നോക്കണം. ഒരു ദിവസം പത്തനംതിട്ടയിൽ ഞാൻ ട്രെയിനിൽ വരുമ്പോ യവന്മാര് ട്രെയിനിൽ ഉണ്ടായിരുന്നു. വെറുതെ ഞാൻ ഈ ടീം വരെയായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്താ അപ്പോഴേക്ക് കയറ്റി കളിച്ചില്ലേ. പ്രശ്നമാക്കണ്ടാന്ന്, ഈ ബുക്ക് നിറയെ സ്ക്രിപ്റ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് തുടങ്ങാം. ഇവന്റെ പുരികം 2 മേലേക്ക് അങ്ങോട്ട് വരയ്ക്കണം. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് സ്പ്രിങ് പോലെ 2 മീശ, ഒരു അയഞ്ഞ പാന്റും ഒരു ചുവന്ന കെട്ടും, ഒരു കരാട്ടക്കാരൻ. പക്ഷെ എന്താ വെച്ചാ ക്യാരക്ടറിന് ഒരു പേര് കണ്ടുപിടിക്കണം. പേര് അടിപൊളി പേര്, പേര്. എങ്ങനെ കിട്ടണം നമുക്ക് ഈ പേര്? ഞാനും സ്ഥിരമായിട്ട് ഐറ്റംമാരൊക്കെ കാണലുണ്ട്. ഇതും ട്രെയിനിൽ നിന്ന് ഡിസ്കസ് ചെയ്താവൂലേ? പിന്നെ മറ്റേ വാതൊഴിപ്പിക്കാൻ വരുന്ന ഒരു ജൻസി മന്ത്രവാദി. എപ്പിസോഡ് 458 മലപ്പുറം ഫാമിലി. മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ട്രെയിൻ ഇല്ല. അതെ, നമ്മൾ ഈ മുൻകൂട്ടി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏൽക്കൂല. അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. അതാ നല്ലത്. നമുക്ക് നമ്മളെ അനുഭവത്തിൽ നിന്ന് സ്കിറ്റ് ഉണ്ടാക്കാം.
ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ സ്കിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ എനിക്ക് ട്രെയിനിൽ ഒരു അനുഭവം ഉണ്ടായി. ഞാനത് പറയാം, പക്ഷേ നിങ്ങൾ ചിരിച്ച് ചിരിച്ച് മണ്ണിൽ കപ്പ നടരുത്. മണ്ണ് കപ്പരുത്. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ ട്രെയിനിൽ വരുമ്പോ ഒരുത്തനൊരു കെറ്റിലും തൂക്കി എന്റെ മുന്നിൽ കൂടെ നടത്താം, കാപ്പി കാപ്പി ചായ ചായ കാപ്പി കാപ്പി എന്നും പറഞ്ഞിട്ട്. ഇവന്റെ അടുത്ത് ആകെ ഒരു കെറ്റിലേ ഉള്ളൂ. എന്നിട്ട് ഇവൻ ചായയും കാപ്പിയും വെക്കണു. ഞാൻ പിന്നാലെ ചെന്നിട്ട് തോണ്ടിയിട്ട് ചോദിച്ചല്ല, ഈ ചായയും കാപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോന്ന്. അപ്പൊ അവനോട് പറയാണ്, ചായക്ക് 10 റുപ്യ ഉള്ളൂ, പക്ഷെ കാപ്പിക്ക് 15 റുപ്യാണ്. എങ്കക്കായിട്ട് തമാശ മനസ്സിലായില്ല. തമാശ ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ. അത് ഞാൻ പ്ലെയിൻ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ്. വേഷം കെട്ടി വന്ന് പറഞ്ഞാൽ പൊളിക്കും. അല്ലെങ്കിൽ ഈ വേഷം കെട്ടി വൈകാതെ പൊളിയും. എന്ത് ചെയ്യും നോക്കണേ. മനസ്സിന്റെ ഏകാഗ്രത. ഈ ഭരതമുനി നാട്യശാസ്ത്രത്തിൽ എന്താ പറഞ്ഞത്? വയ്യ അടുത്തു. കഷ്ടപ്പെട്ട് എടാ നീ എന്താ ഈ പറയണേ? ഭരതത്തില് നെടുമുടി പറഞ്ഞേ. ഭരതത്തിൽ നെടുമുടി എന്നല്ല, ഭരതമുനി നാട്യശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞേ? എന്ത് എന്താ പറഞ്ഞ ആശാനെ? ആശാനെ പറയ്, ഭരതമുനി എന്താ പറഞ്ഞേ? മോനിങ് വന്നേ. എന്തായാലേ മൂപ്പര് മോശം കാര്യമൊന്നും പറയാൻ സാധ്യതയില്ല. ആള് മുനിയാണല്ലോ, ഭരതമുനിയാണല്ലോ. നല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടാവാ. ഇല്ലെങ്കിൽ ഇയാൾക്ക് പുറത്തിറങ്ങി 4 ആളെ മുഖത്ത് നോക്കണ്ടല്ലേ. അപ്പൊ ആ പേരും പറയാണ്ട് നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. കേട്ടോ മേഡം? സമ്പ്രതി വാർത്താഹ സ്വയന്താം പ്രവാചകാഹ ബലദേവാനന്ദ സാഗരഹ ഇത് വാർത്താഹ എന്ന് വെച്ചാൽ ഏകാഗ്രമായ മനസ്സിലെ നല്ല ആശയങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം. കണ്ണുകൾ ചിമ്മി കൈകൾ കൂപ്പി ഒരു 10 മിനിറ്റ് ധ്യാനിക്കണം. അപ്പൊ ഏകാഗ്രത വരും. നമ്മൾ വിചാരിച്ചതെല്ലാം നടക്കും. ചെയ്തൂടെ? എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്ക് ഗോൾഡൻ പഞ്ച് അടിക്കണം. അടിക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നേരെ നിൽക്കൂ, കണ്ണടച്ചോളൂ, കൈകൾ കൂപ്പിക്കോളൂ. ഞാൻ പറയാതെ കണ്ണ് തുറക്കരുതേ. മനസ്സിൽ ഏകാഗ്രത വേണം, വേറെ ഒന്നും ചിന്തിക്കരുത്. അമ്മ ഇനി കണ്ണുറന്നൂടെ? ആശാനെ 10 മിനിറ്റായി. ആശാനെ കാണാനില്ല. ആശാന് മാത്രല്ല അമ്മ ലാപ്പ് കാണാനില്ല. അയ്യോ, ഈ അലമാരയിൽ ഇരുന്നതിന്റെ 25 പവൻ അതും കാണാനില്ലടാ. ഈശ്വരാ, കാലമാടനെല്ലാം അടിച്ചോണ്ട് പോയല്ലോ. അയ്യോ എടാ, നോക്കി വെക്കാതെ പോലീസിനെ വിളിക്ക്. അമ്മ അതിന് ഫോണും കാണാനില്ല. അയ്യോ, എന്റെ സ്വർണ്ണം മൊത്തം പോയി. അയ്യോ, എല്ലാം പോയല്ലോ ഈശ്വരാ. ഇനി 16-ാം തീയതി എന്റെ അച്ഛൻ വരുമ്പോ ഞാൻ എന്ത് പറയുമെടാ? ഐറ്റം വേറെ പോവാത്തന്നെ ഗോൾഡൻ പഞ്ച് അടിച്ചു കൊണ്ട് പറയും. ആർക്ക്? ആ പോയ വയറ്റിലെ രവിക്ക്. അങ്ങനെ ഒരു ഇൻസ്ട്രക്ടറെ ഒക്കെ കൊണ്ടുവന്ന് കാര്യമായിട്ട് സ്കിറ്റ് പഠിക്കാൻ നോക്കിയതാണല്ലോ ഒരു ഗോൾഡൻ പഞ്ചിന് വേണ്ടിയിട്ട്. എന്തൊക്കെ ത്യജിച്ചു. നമുക്ക് നമ്മുടെ കാര്യക്കാരിലേക്ക് നേരിട്ട് പോകാം. കലക്കി. എന്നാൽ സൻരാജേ, മോൻ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റ്. ഡയലോഗ് പ്രസന്റേഷനൊക്കെ കോമഡി, ചിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആ ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നൊരു പയ്യനാണ് അവൻ. മിടുക്കനായി വരും. നല്ല സ്ക്രിപ്റ്റ്, നല്ല അവതരണം. 3 പേരും വൈഫും കൊള്ളാം കേട്ടോ. അപ്പം ഒരു ഫാമിലി പാക്കാണിത്. അപ്പൊ 10 പൈസ പുറത്തു പോകില്ല, കിട്ടുന്നത് അകത്ത് തന്നെ ഇരിക്കും. എന്തായാലും നിങ്ങൾ കൊണ്ടുവന്ന ഈ സ്കിറ്റ് നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും വെച്ച്, ഇതിന്റെ കണ്ടന്റ് നല്ല രസമുള്ള കണ്ടന്റ്. കാര്യം ഇതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും അതിൻ്റെ അകത്ത് വരേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലെല്ലാം 3 സാധനം എടുത്ത് പറയുന്നതും ഷബോൺ ഷായുടെയും നമ്മുടെ റാന്തിക്കാരുടെയും അതും എല്ലാം എടുത്തിട്ട് അതൊക്കെ ഈ സാധനമൊക്കെ ഇതിനു മുമ്പ് കണ്ടുപോയതാണെന്നുള്ളതും ഒക്കെ നല്ല രസമായിട്ട് നിങ്ങൾ കൊണ്ടുപോയി. പിന്നെ ക്ലൈമാക്സ് അത് അതിനേക്കാൾ ബെറ്റർ ആയിരുന്നു. എന്തായാലും ഒരു രക്ഷയില്ലാത്ത സ്കിറ്റായിരുന്നു. നിങ്ങൾ 3 പേരും നല്ല രസമായിട്ട് തന്നെ ചെയ്തു. എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ മുമ്പോട്ട്.
ഇതാണ് നല്ലത്. Thanks. നല്ല നല്ല ത്രെഡുകൾ പ്ലാൻ ചെയ്യണം. തീർച്ചയായിട്ടും എന്നിട്ട് വന്ന് വെച്ചലക്കുക ഇവിടെ. ഓക്കെ, തീർച്ചയായിട്ടും ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. പ്രചോദേട്ടാ അട്ടിപൊളി എന്ന് പറഞ്ഞാൽ 916 ഫാമിലിയാണ്. താങ്ക്സ്. എടുത്തു പറയുന്നത് സതുൽ മോനെ, നീ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അതായത് നീ നിന്റെ ടൈമിങ്ങിന് ഒരു ഉഗ്രം ഐഡിയ, ഒരു അസാധ്യ ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റാണ്. കൗണ്ടർ എന്ന് പറഞ്ഞാൽ അട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കറക്റ്റ് മീറ്ററിലാണ് നീ അത് പറയുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇതിൻ്റെ തുടക്കം കാണിച്ചില്ലേ, അതായത് നമ്മൾ ഈ നാട്ടിലെ കോമഡിക്കാരുടെ ഒരു സംഭവം, ഞങ്ങളുടെ വോയിസ് ഓവറിലൊരു സാധനം വന്നു, അതിൻ്റെ ഐഡിയ, ആ ആശയത്തിനൊരു നല്ല ഐഡിയ വരും. അത് ഉഗ്രൻ കൺസെപ്റ്റ് ആയിരുന്നു. കാര്യം ഞാൻ പറയുന്നത്, ഇപ്പം നമ്മൾ ഒരുപാട് സ്കിറ്റുകൾ, കൗണ്ടർ സ്കിറ്റുകൾ കണ്ടിട്ടുണ്ട്, പല ഇപ്പോൾ ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനൊക്കെ വന്നെങ്കിൽ പോലും ഇതിൻ്റെ ഒരു അവതരണ ശൈലി നിങ്ങളത് ഭയങ്കര രസമായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഷിജിലാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ പോലും ഈ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ കൂളായിട്ട് നിന്നുകൊണ്ട് അത് പെർഫോം ചെയ്തു. അപ്പോൾ ഇയാൾ മറ്റേ ഏതോ ഒരു മുനി പറയുന്ന ഒരു കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഭരതമുനി ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ഈ തപ്പലുണ്ടല്ലോ, ഭരതമുനി ഒരു കാര്യം പറഞ്ഞു, ഭരതമുനി നല്ലതാണല്ലോ, ചീത്തയൊന്നും പറയാറില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിൽ ഉരുണ്ട് കളി. അത് നിങ്ങളുടെ കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇത് ഐറ്റം വേറയിൽ നോട്ടബിൾ ആകുന്ന 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ 3 പേര്. അതായത് നിങ്ങളുടെ പേരെടുത്ത് പറയുക, ഒരു ഫാമിലിയാണ്, ആ ഫാമിലിയിൽ ഒരു സ്കിറ്റ് കളിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. കാര്യം അതിനകത്ത് ഇപ്പം അച്ഛൻ മകനെ പഠിപ്പിക്കും, ഇവിടെ നീ അത് ചെയ്യുന്നത് ശരിയല്ല, ചിലപ്പോൾ അമ്മ വഴക്ക് പറയും. ഇതൊന്നുമില്ലാതെ നിങ്ങളുടെ കൗണ്ടറുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ഏറ്റ് സന്തോഷപൂർവ്വം നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിനേക്കാൾ ഏറെ സന്തോഷമാണ്. വീണ്ടും പറയുന്ന മോനെ, നീ കിടില ആർട്ടിസ്റ്റാണ് കേട്ടോ. അടിപൊളി. താങ്ക് യു. അടിപൊളി. ബിജുക്കുട്ടൻ ചേട്ടാ നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നണ ഇവര് കണ്ടന്റ് നല്ല ഫ്രഷ് കണ്ടന്റ് പിടിക്കാനായിട്ട് നല്ല ടീമാണെന്ന് തോന്നുന്നു. കാരണം ഇതൊരു വലിയൊരു പുതുമയല്ലെങ്കിലും നിങ്ങൾ എടുത്താക്കണ സംഭവത്തിൽ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കലോത്സവ വേദികളിലൊക്കെ നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഡാൻസ് പഠിപ്പിക്കാനും മിമിക്രി പഠിപ്പിക്കാനും സ്കിറ്റ് പഠിപ്പിക്കാനും ഒക്കെ ആളുകൾ വരുന്നുണ്ട്. എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ആരെങ്കിലും പഠിപ്പിക്കാനുണ്ടെന്നൊക്കെ. അപ്പോൾ അതൊരു പുതിയ അതിശയമാണെങ്കിൽ തന്നെയും നല്ലൊരു കണ്ടന്റ് സാധനം വരുന്നത്. പിന്നെ അതിനകത്ത് പിടിച്ച ഈ തമാശകളും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടെന്ന്. മോനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു, നീ ഉഗ്രൻ ആർട്ടിസ്റ്റ് ആവണാണല്ലോ, ഇപ്പം തന്നെ ഗംഭീര ആർട്ടിസ്റ്റാണ്. പിന്നെ എനിക്ക് തോന്നണത് ഈ ഒരു ഫാമിലി റൗണ്ടൊക്കെ വരും, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്കത് പറയണ്ട, ഇത് പറയാം, അതിനകത്ത് ഒരു ജാള്യത ഉണ്ടാവുമല്ലോ, അത് നിങ്ങളിൽ ഇല്ലട്ടാ. അച്ഛനാണോ മോനാണോ വൈഫാണോ അങ്ങനെ ഒരു അതങ്ങനെ വേണം ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താമരശ്ശേരിന്റെ ഒരു വല്യമ്മണ്ട്, അമ്മേന്റെ ചേച്ചിയാ. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചോണ്ട് പറയും, എടാ ഈ ചെക്കനെ ഇങ്ങനെ ഓരോ സ്കിറ്റിലും ഇങ്ങനെ തല്ലുക, എന്നെ ചീത്ത പറയാ, അതൊന്നും ഇങ്ങനെ ശീലാക്കരുതൊക്കെ ഭാവിയിൽ ദോഷം ചെയ്യും. അപ്പൊ അടക്കം ഒതുക്കത്തിലുള്ള സ്കിറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഒരു കലാകാരനും കലാകാരി ആയി കഴിഞ്ഞാൽ നമുക്കൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അച്ഛനാണോ അമ്മയാണോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ എന്തോരം ഉദാഹരണങ്ങൾ സിനിമയിൽ തന്നെ ഉണ്ട്, അച്ഛനും അല്ലേ, വൈഫും ഹസ്ബൻഡും ഒക്കെ എന്തോരം ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പറ്റില്ല. കലാകാരൻ എപ്പോഴും കലാകാരി എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. അത് ആ ഒരു പുതുമ നിങ്ങളിൽ കാണാനുണ്ട്, അത് ഭയങ്കര രസമാണ്. ഷിജില കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു അല്ലേ, ചെറിയൊരു എന്താ പറഞ്ഞ ആദ്യമായിട്ട് കയറി എൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു. പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടല്ലോ കിടിലോസ്കി ആയിരുന്നു കേട്ടോ, ഒരു സാധനം പോലും മറന്നിട്ടില്ല. അതുപോലെ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് അച്ഛൻ്റെയും മോൻ്റെയും കൂടെ അങ്ങോട്ട് തകർത്ത്. അന്ന് പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛനും മോനും ഇതിനകത്തൊരു ചായവുണ്ട്, അപ്പൊ അതിന്റെ കൂടെ ഞാനങ്ങ് കൂടിയെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊരു ഉഗ്രൻ ആർട്ടിസ്റ്റായി, ഭയങ്കര രസമുണ്ടായിരുന്നു, ക്ലൈമാക്സ് നന്നായിരുന്നു. പിന്നെ ആ നമ്മള് ഇത് ചെയ്തില്ലായിരുന്ന മറ്റേ എന്താണ് ശൃംഗാരം ഗംഭീരമായിരുന്നു അത്. പിന്നെ പഠിക്കുന്ന സമയത്ത് ഈ ഹെഡിങ്ങനെ ഷെയ്ക്ക് ചെയ്യണ സംഭവം ആക്കും പറ്റില്ല, വേറെ സംഭവങ്ങൾ മാത്രമേ അത് മൂവ്മെന്റ് ആവുള്ളൂ. അത് കറക്റ്റ് സാധനം വരുന്നത്. മോന്റെ മറുപടി നല്ലതാ അതിന്റെ, എനിക്ക് ഇളകാൻ പറ്റുന്നുണ്ടല്ലേ ഇളക്കാം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, മോന് ശൃംഗാരത്തിന്റെ ഒരു ബേസ് ആദ്യം വന്നിട്ടുണ്ടെന്ന്. അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനം അല്ല, അത് നല്ല കൗണ്ടർ കിട്ടില്ല, സ്റ്റാൻഡേർഡ് സാധനം വരുന്നത്. അവിടെ ഒരു പിച്ചു അപ്പോ ഗംഭീരമായിരുന്നു കേട്ടോ, 3 പേരും പൊളിച്ചടുക്കി, അടിപൊളി, സൂപ്പർ. നമുക്ക് മാർക്സ് നേരെ ചോദിക്കാം. പ്രചോദേട്ടാ. ഓക്കെ, ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല, ഞാനൊരു 15,000 രൂപ കൊടുക്കും. താങ്ക് യു. ഓക്കെ, ഇക്ക ഞാൻ അവന് വേണ്ടി ഒരു 1000 രൂപയും കൂടെ കൂട്ടുക, ഒരു 16,000 രൂപ. 15 പ്ലസ് 16 31,000 രൂപയായിട്ടുണ്ട്. ഇനി എത്രയാകും ഫൈനൽ എന്ന് നമുക്കറിയാം. ബിജുക്കുട്ടൻ ചേട്ടന്റെ കയ്യിലാണ്. ഓക്കെ ചേട്ടാ, കനിഞ്ഞാലും ഞാനങ്ങ് വിട്ടാക്കാതെ പിടിച്ചോ. അയ്യോടാ, 75,000 രൂപ നേടി സനൽ രാജേട്ടൻ ആൻഡ് ഫാമിലി നേടിയിരിക്കുന്നു സിൽവർ പഞ്ച്. അപ്പൊ സൻരാജേട്ടാ, ഹാർട്ടി കൺഗ്രാജുലേഷൻ. പഞ്ചാണ് എടാ, അനിയ കുഞ്ഞിനെ ഇങ്ങനെയായിരുന്നു കാണാൻ. ആൻഡ് ഷിജില ചേച്ചി
ചേച്ചി കൺഗ്രാചുലേഷൻസ്. Thank you. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ സിൽവർ പഞ്ച് അടിച്ച് നിൽക്കുമ്പോ? അല്ല മോൻ പറയട്ടെ. ഇത് വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് 75,000 അടിക്കുന്നത്. അയ്യോ, ആകെ 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. വന്നേല് വെച്ച് നീ ഇതിലെ ആർട്ടിസ്റ്റ് ആണ്, നിന്റെ ഷെയർ ചോദിച്ച് വാങ്ങിക്കണം, മനസ്സിലായോ? ആ അത് വാങ്ങും. അല്ല നീ ഈ ഷോ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ഇതേപോലെ സിൽവർ പഞ്ചും ഗോൾഡ് പഞ്ചൊക്കെ ഓരോ ടീമുകൾ അടിക്കുന്ന കാണുകയല്ലേ? അതാണ് ഇപ്പോൾ നിനക്ക് ഇവിടെ ഈ വേദിയിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പം നിനക്കുണ്ടായ എന്താണ് ഒരു മനസ്സിന്റെ ഉള്ളിലുണ്ടായത്? എന്ത് വളരെ സന്തോഷം. അതെ, സന്തോഷത്തെ നിർത്തല്ലേ, കാര്യം നമ്മൾ കണ്ടത് നമ്മളിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം. സിൽവർ അടിക്കണം ആഗ്രഹിച്ചിരുന്നു ഈ ആഗ്രഹിച്ചിട്ടുണ്ടോ ചോദിച്ചേ. സൻരാജേ പറ, സൻരാജ് സന്തോഷം ഷെയർ ചെയ്യാം. ഒരു ഫാമിലിയാണ്. വലിയ സന്തോഷം. ഞാൻ അങ്ങനെ എന്താ പറയാ, ഇതിപ്പോ നമ്മൾ ഈ സ്ക്രിപ്റ്റില് ഇങ്ങനെ പഞ്ചടിക്കണം അടിക്കാം എന്നൊക്കെ പറയണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളെ ലക്ഷ്യം മെയിനായിട്ട് ഫ്ലോറിലൊരു സ്ഥിരമായിട്ടുള്ള ഒരു എൻട്രി എന്നുള്ളതാണ്. അപ്പൊ അവിടെ കിട്ടണമെന്നല്ല, നമുക്ക് അവസരങ്ങൾ കിട്ടുക എന്നുള്ള അതിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യണത്. വലിയ സന്തോഷം. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പ്രതീക്ഷിച്ചിട്ടില്ല. സൻരാജ് ഒരു മകനോടില്ലേ അല്ലേ? ഒരാളും കൂടി ഉണ്ട്. അവനെ കൊണ്ടൊന്ന് വിളിക്കാമോ? അവനെ കൊണ്ടൊന്ന് വേദിയിലേക്ക് ഒന്ന് വിളിക്കണം. അടുത്ത ആള് അവന്റെ മോന്റെ പേരെന്താണ്? പേര് രാജാണല്ലേ? അതെ, ഒരു രാജാസ് ഫാമിലിയാണ്. ഞാൻ വേറൊരു കാര്യം, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവനാണ് ഈ പാട്ടൊക്കെ ഇട്ട് തരുന്ന പറഞ്ഞാൽ ശരിയാണോ? നമ്മൾ ഈ എന്താ പറയാ, ഈ എൻട്രി അതേപോലെ ഇടയിലുള്ള ടൈമിങ്ങിന് ചെറിയ സാധനങ്ങൾ എല്ലാ മ്യൂസിക്കുകളും ഇവനാണ് ഞങ്ങൾ ഏൽപ്പിക്കല്. നമ്മൾ ഗ്രൂമേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോ ഇവനാണ് മൊബൈലായിട്ട് അവരുടെ അടുത്ത് ഇരിക്കും. എന്നിട്ട് കറക്റ്റ് എല്ലാ സാധനങ്ങളും കറക്റ്റ് ടൈമിൽ ഇവനെ പ്ലേ ചെയ്യും. അപ്പൊ അന്നേ രാജേഷ് ചേട്ടന് പ്രാവശ്യം അർജുൻ സാർ വന്നപ്പോഴും പറഞ്ഞു, എടാ എന്റെ ടൈമിങ് അപാരാണ്, ഈ കറക്റ്റ് ടൈമിലാണ് ഇടുന്നതെന്ന് പറഞ്ഞു. ഗ്രൂമിങ് സമയത്തല്ല, ഇവനാണ് ശരിക്കും ഞങ്ങളെ ഡയറക്ടർ. കുഞ്ഞാപ്പി, അപ്പൊ നീ എന്താണ് ചോദിക്കട്ടെ, നീ എന്താണ് അപ്പൊ സ്കിറ്റ് കളിക്കാഞ്ഞത്? 3 ആളുകളല്ലേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്കൊരു ടീം ഉണ്ടാക്കിയാലോ? അതാ, ഇവര് 3 പേരിൽ നിന്ന് ആരെയൊക്കെ എടുക്കും? ഇത് എന്നെയും കൂട്ടിക്കോ, ആരെയൊക്കെ എടുക്കും ഒരു സ്കിറ്റ് കളിക്കാൻ? നീ പറഞ്ഞ സിൽവർ പഞ്ച് അവിടെ കിട്ടിയിട്ടുണ്ട്, നീ മാർക്ക് കുറയട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, മോൻ മിമിക്രിയാ പാട്ടാ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല? മാർക്കോ സിനിമ ഉണ്ടല്ലോ, അത് കുറെ വർഷങ്ങൾക്ക് മുൻപേണ് ഇറങ്ങിയിരുന്നതെങ്കിൽ എങ്ങനെയാവും ആ ഡയലോഗ് എന്ന് പറഞ്ഞത്? ഞാൻ വന്നപ്പോ മുതലല്ല ചെന്നായിക്കളെ കൂട്ടം കുടിക്കടിക്കാൻ നോക്കുക, ഇനിവിടെ ഞാൻ മതി. ഇത് ഞങ്ങൾ പുറത്ത് ഒരു കോളേജിൽ സ്റ്റേജ് കിട്ടിയപ്പോൾ ഞാൻ വെച്ചാൽ ഈ സാധനം ചെയ്തിരുന്നു. അതായത് ഇപ്പൊ ഇറങ്ങിയ സിനിമകളിലൊക്കെ പഴയ നടന്മാരായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നിട്ട്, അപ്പൊ അതിൽ മാർക്കോയില് ജയനായിട്ട് വന്നവനായിരുന്നു. പക്ഷെ നമുക്ക് സൻരാജ് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഇത്രയും സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഷിജില ഇവിടെ കയറി സ്കിറ്റ് കളിച്ച് സിൽവർ പഞ്ച് അടിക്കാൻ കൂട്ടു നിൽക്കാന്ന് തമാശല്ല കേട്ടോ. ഷിജില പറയൂ, സിൽവർ പഞ്ചാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. ഭയങ്കര ഹാപ്പി ആയി. അല്ല, അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, കാരണം അച്ഛനും മോനും ഇത് അറിയാം. പക്ഷെ 3 പേര് വേണമല്ലോ, അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞു. പക്ഷെ അതല്ലട്ടോ, നിങ്ങൾ തിരുത്തി കുറിച്ച് കളഞ്ഞു. ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് പറയാം, ഒരു ദിവസം ഇവനെ ഒന്ന് തട്ടേക്കായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ വൈറ്റിലെ രവി ഗോൾഡ് കൊണ്ട് പോയെങ്കിലും നമ്മൾ സിൽവർ പിടിച്ചിട്ടുണ്ട്. അടുത്തൊരു ഗോൾഡൻ പിടിച്ചാൽ മതി. ഓക്കെ, തീർച്ചയായിട്ടും ഗോൾഡ് പിടിക്കണം കേട്ടോ. ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. ഓക്കെ, അല്ല പിടിക്കണം, നമ്മളെ നഷ്ടമാണ്. ഒരു ട്രൂപ്പ് തുടങ്ങാൻ, ഒരു മിനി ട്രൂപ്പ് തുടങ്ങാനുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. മീനാക്ഷി, നമ്മുടെ ഐറ്റം വേറെ രാജ് കുടുംബമാണ്. അപ്പം ഐറ്റം വേറെ രാജ് കുടുംബത്തിന് വൺസ് അഗൈൻ ഒരു കൺഗ്രാജുലേഷൻ പറയുന്നു. ഐറ്റം വേറെയുടെ ഫ്ലോറിൽ അടുത്ത ഐറ്റത്തിനുള്ള സമയമായി. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്യാം തൃക്കുന്നപ്പുഴ, രാജേഷ് തിരുവമ്പാടി ആൻഡ് ബിജു പുഴിയൂർ. ഐറ്റം വേറെ. കേക്കാം. അയ്യോ, അത് ഞാനല്ല, ആ ഡോക്ടർ ഞാനല്ല. അയ്യോ, കത്രികയോ? അയ്യോ, അതിനുള്ള മിടുക്കൊന്നും എനിക്കില്ല. ഞാൻ ഈ കുടി നിർത്തുന്ന ഒരു ഡോക്ടറാ, മദ്യപാനം നിർത്തുന്ന ഡോക്ടറാ. അതുമല്ല, ഇപ്പൊ ഈ 4 കത്രിക വയറ്റിനുള്ളിൽ കിടന്ന എന്നാ സംഭവിക്കാനാ? ഒന്നും സംഭവിക്കത്തില്ല. 10-20 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും സുഖമായിട്ട് ജീവിക്കും. അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടാ. കുടി വല്ലവരും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ നിർത്തിത്തരാം. അവല് കഴിക്കും. അവലല്ല അത്, അത് പൊടിച്ചെടുക്കുന്നത്. ഇത് അവല് ഗുളിക കഴിക്കും കേട്ടാ. കഴിക്കും. ഇല്ലില്ല, ഞാൻ കുടിച്ചിട്ടില്ല. എന്നെ സംസാരം ഇങ്ങനെ ഞാൻ കുടിക്കും.
ഇല്ല. അതെ അതെ ശരി. ഓക്കെ 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 ആയിക്കോട്ടെ. ഡോക്ടർ ഡോക്ടർ ഞാൻ മോളി. ഞാനും മോളി. അതല്ല ഞാൻ മോളി കയറ്റി. ഞാൻ താഴെ ഇറക്കി. ഡോക്ടർ ഞാനിത് ഇനിഷ്യലാ പറഞ്ഞത്. മോളി കയറ്റി. ഓ മോളി കയറ്റി ഇൻഷ്യൽ. ഇരിക്കൂ. എന്നാ പറ്റിയേ പറയൂ. ഡോക്ടർ കുടിയൊന്ന് നിർത്തി തരണം. നിങ്ങളൊരു ചെറുപ്പക്കാരിയല്ലേ? ഈ ലോകം എങ്ങോട്ടാണ് ഈ പോണത്? ഇത്രയും ചെറുപ്പത്തിലുള്ള ഒരു പെൺകുട്ടി സ്ഥിരമായി മദ്യപിക്കുക. ആ മദ്യപാനം നിർത്താൻ വേണ്ടി എന്നെ പോലൊരു ഡീസൻ്റായ ഡോക്ടർക്ക് വരാം. ഡോക്ടർ എന്റെ കുടി നിർത്തുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്റെ ഭർത്താവിന്റെ കുടി നിർത്തുന്ന കാര്യമാ. ഓ ഭർത്താവിന്റെ കുടി നിർത്തുന്ന കാര്യം. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സിറ്റ് ഡൗൺ. പറയൂ. ശരിക്കും പറഞ്ഞാല് 90s ആയിരുന്നു നമ്മുടെ കല്യാണം നടന്നത്. 90s. അപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കരുത് കേട്ടോ. സന്തോഷമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനും ഭർത്താവ് എപ്പോഴും തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ചിരി അങ്ങനെ കളിച്ചിട്ട് അല്ല മൊട്ട ഇഷ്ടാന്ന് നോക്കിയതാ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റ് ആണോ? അയ്യോ ആ കഥയൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ലേ. അതൊക്കെ വലിയ വലിയ ഈ കൊച്ചിൻ രസികയിലും കലാഭവനൊക്കെ രാജേഷ് തിരുവമ്പാടി പോലുള്ളവർക്ക് പറ്റില്ല പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലേ. അത് കൊള്ളാം. ഇതിന്റെ ആവശ്യം ഇപ്പൊ ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ കല്യാണം കഴിച്ച് കുറച്ച് കല്ല് കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഭർത്താവിന്റെ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ട് എന്റെ ഭർത്താവ് കുടി തുടങ്ങി. ഞാൻ വിചാരിച്ചു ഞാൻ എഴുതുന്ന മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതിപ്പോ പറയുന്നതും മനസ്സിലാകുന്നില്ലല്ലോ. എന്താ ചെയ്യുന്നത്? അത് പോട്ടെ. ഭർത്താവ് കുടിക്കും എന്നല്ലേ പറഞ്ഞു വരുന്നത്? ഭയങ്കര കുടിയാ ഡോക്ടർ. ഭർത്താവ് എങ്ങനെയാ കുടിക്കുന്നത്? ഏത് സാഹചര്യത്തിലാ കുടിക്കുന്നത്? അയ്യോ എന്റെ ഭർത്താവ് എന്ന് പറയുന്നതേ അങ്ങനെ ഈ മാട്ട സാധനങ്ങളൊന്നും അടിക്കത്തില്ല. എന്റെ ഭർത്താവ് വളരെ മുന്തിയ മദ്യമുള്ള ഈ സ്കോച്ച് വിസ്കി പോലത്തെ കൂടിയ മദ്യങ്ങളാ കഴിക്കുന്നത്. കൂടിയ മദ്യം ഈ നല്ല നമ്മളെ റൗണ്ട് ഗ്ലാസ് ഇല്ലേ, ആ സ്ഫടിക ഗ്ലാസ്സിനകത്ത് കുറച്ചൊഴിച്ച് അതിന് പുറത്ത് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോഴേക്കും നമ്മളെ നല്ല ഇളം തേനില്ലേ അതുപോലെ ഇരിക്കും അത് കാണാൻ. അത് കഴിഞ്ഞ് ഇച്ചിരി കപ്പ, ആ കപ്പയ്ക്കകത്ത് ഇത്തിരി നമ്മൾ ഈ മുളകിട്ട് വാട്ടിയ ചാളക്കറി ഇല്ലേ, ആ ചാളക്കറി ഒഴിച്ച് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് നെല്ലിക്ക വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്നടിക്കും, ഇതെടുക്കും, ഇങ്ങനെ തൊട്ട് നിൽക്കും. അത് കഴിഞ്ഞ് നെല്ലിക്ക ഇങ്ങനെ കൊതിപ്പിച്ച പിന്നെ ആരാ അടിക്കാണ്ടിരിക്കണേ? നിങ്ങൾ ഒറ്റനാളാണ് കുടിയിലാക്കി. ആരും കുടിയനായി പോകും. ഇപ്പൊ എനിക്കും തോന്നിയില്ല. അയാളെ കൂടി ഒന്ന് നിർത്തി തരണം, അത്രയല്ലേ ഉള്ളൂ. ഭർത്താവിന് വരാൻ പറയൂ. എന്റെ പൊന്നു ഡോക്ടറെ, ഭർത്താവ് എന്റെ കൂടെ വന്നതാ. ഇതിനിടയ്ക്ക് ഇതിന്റെ ഫ്രണ്ടിലെത്തിയതും എന്റെ കണ്ണ് വിട്ട് ചെങ്ങോട്ടോ പോയിരിക്കുക. എനിക്കൊന്നും കിട്ടുന്നില്ല. ഭർത്താവിനെ വിളിക്കൂ. അന്തേവാസി വാനിരുങ്കാലം നാട്ടിലെല്ലാം പായണ കുതിര. അന്തേവാസി വാനിരുങ്കാലം നാട്ടിലെല്ലാം പായണ കുതിര. കടയിലൊക്കെ കിട്ടണ സാധനം ചായ. ചായ വിൽക്കണ പെണ്ണിന്റെ പേരോ മായ. കടയിലൊക്കെ കിട്ടണ സാധനം ചായ. ചായ വിൽക്കണ പെണ്ണിന്റെ പേരോ മായ. മായ വിൽക്കണ ചായ വേണമാ. അതോ മായ വിൽക്കണ ചായ വേണമാ. കടയിലൊക്കെ കിട്ടണ സാധനം ചീര. ചീര വിൽക്കണ പെണ്ണിന്റെ പേരോ മീര. മീര വിൽക്കണ ചീര വേണമാ. അതോ മീര വിൽക്കണ ചീര വേണമാ. യോ ഇതാരാണ് ഈ ലവ് ബേർഡ്സിന്റെ കൂട് പറഞ്ഞു വിട്ടത്? നമസ്കാരം.
നമസ്കാരം. ഞാനേ ഈ പെണ്ണുമുള്ള എങ്ങാണ്ട് പോകാൻ പറഞ്ഞ് പിടിച്ചോണ്ട് വന്ന കേട്ടോ. ആ ശരി. നമസ്കാരം. നമസ്കാരം. ഇതെപ്പ അഴിച്ചു വിട്ട് പകുതി ചങ്ങനെ. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. പുള്ളി അങ്ങനത്തെ ആളല്ല കേട്ടോ. അമ്മ കൂട്ടാനേ അടിക്കുന്നു. അടിക്കുന്നു. നിർബന്ധിച്ചിരിക്കുന്നു. എത്ര എണ്ണം വരെ പോ? ഇവിടെ വെച്ച് ഒരു 5, 6. ഓക്കെ. ഒന്ന് കൂടിയാലോ? കുഴപ്പമില്ല, നമ്മുടെ പിള്ളേരിക്കുമല്ലേ. പിള്ളേരല്ലേ വിജയമില്ലെന്ന്. അത് കുഴപ്പമില്ല. ഒന്ന് കൂടിയാലോ? കുഴപ്പമില്ല. എന്നാ ഒന്ന് റെഡി ആയിക്കാം. ഒന്ന് റെഡി ആയിക്കാം. അതെ 6 അതെ 6 വന്നേ. താങ്ങല്ലേ 1. 1 ഞാൻ അടിച്ചു. അടി ഇതല്ലേ ആ 1 അടി. 2, 4. കയ്യടിക്കണ കാര്യം. 6 അടിക്കാമല്ലോ. 6 കൂടുതൽ അടിച്ചാൽ നീ പിറ്റാവും. എനിക്കറിയാം. ചുമ്മാ ജോക്കാണ്. വലിക്കുന്നോ? വലിക്കുന്നോ? അത് വേണ്ട. നേരത്തെ പറഞ്ഞു വിട്ടാ അങ്ങനെ കളിയാക്കാനല്ലേ. എന്നാലും വേണ്ടെന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ. കാരണം വലിക്കാൻ എന്റെ ഒറ്റ റബ്ബറേ ഉള്ളൂ. എനിക്ക് തന്നെ വലിക്കാൻ തയ്യാറ. ഞാൻ വരാം. അവളെ എന്നെ അവിടെ എനിക്ക് ആരാണ് ഈ ലവ് ബേർഡ്സിന്റെ കൂട് ആണ്ടായിരിക്കുന്ന വേറൊരു ലവ് ബേർഡ്സ്. കാലം വന്നല്ലേ. എടാ എവിടെ വർത്താനം കേട്ടാ ഞാൻ ഇന്നലത്തെ കുടിക്കാതാണ്. ഞാൻ എന്നും കുടിക്കുന്നു. ഇവിടെ ഈ പറഞ്ഞതാണ്. Don't talk. That is, you know, impress pain. Oh my command. Don't ever forget that. Oh yeah, come on baby. Oh yeah. എന്റെ ഡോക്ടറെ, ഇയാളെന്ന് കുടിച്ചിട്ട് വന്ന് എന്റെ മുറ്റത്ത് നിന്നാലും ഞാൻ അടുക്കള നിൽക്കുമ്പം അവിടത്തും ഈ നാറ്റം അറിയാവോ? എടാ ഞാൻ 2 അടിച്ചോണ്ട് മുറ്റത്ത് വന്ന് നിൽക്കുമ്പോ അടുക്കളയ്ക്ക് നെവക്ക് കിട്ടുമെന്ന് ഗന്ധം. അങ്ങനെ ഗന്ധം കിട്ടാൻ ഞാൻ തോടെ പൂത്തുറഞ്ഞിരിക്കുന്ന നിശാഗന്ധി ഒരു നിശാഗന്ധി എനിക്കൊരു കുഴപ്പം മതി. എടാ എന്ത് ഇപ്പോഴും എന്റെ പൊന്നാളി. അയ്യോ അറിയാന്ന് എന്റെ ഞാൻ ഇപ്പോഴും ഞാൻ പണിയും കഴിഞ്ഞ് വന്ന് കുളിച്ചൊരു കുറിയും തൊട്ട് ഞാൻ ആ തൃക്കണ്ടപ്പുഴ ജംഗ്ഷനിൽ മാറി നിന്ന ഏത് പെങ്കൊച്ചും എന്നെ ഇമ വെട്ടാവുന്ന നോക്കും. എന്തോ ഈ നെറ്റിലി പാട്? അത് നമ്മളപ്പുറത്തെ സുമ വെട്ടിയത്. അവളെ ഇമ വെട്ടാതെ നോക്കിയെന്നും. ഞാൻ ചോദിക്കാം, ഈ കുടി ശരിയാണോ? സാറിന്റെ അഭിപ്രായം എന്താ? തെറ്റാണ്. ഓക്കെ എന്നാ അങ്ങനെ പിടിക്കാം. ശരി ഞാൻ തെറ്റിലോട്ട് പോട്ടെ. തനിക്കെന്താണോ? ഞാൻ പറയുന്നു കേൾക്കൂ. ഒരു കൂടിയ മദ്യം ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ. ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു വെച്ചേക്കുന്നു. ഓക്കെ. ഒരു കഴുത വന്നാൽ ഇതിൽ പച്ചവെള്ളം കുടിക്കുമോ അതോ സ്മോൾ കുടിക്കുമോ? പച്ചവെള്ളം. അതുകൊണ്ടാണ് പുല്ല അതിനെ കഴുതാന്ന് വിളിക്കും. ഞാനാണ് ആ പച്ചവെള്ളം എടുത്ത് ആ മദ്യത്തിൽ ഒഴിക്കുക. എന്നിട്ട് കീച്ചു. ഡോക്ടർക്ക് ഒരു കാര്യം അറിയോ? ഇങ്ങനെ എന്ന് എന്റെ കുടുംബത്തിൽ കാലുകുത്തിയോ അന്ന് തൊട്ട് എന്റെ കുടുംബത്തിൽ ദാരിദ്ര്യം തുടങ്ങിയത് അറിയാവോ? ഞാൻ എന്തോ നിന്റെ കുടുംബത്തിൽ ഡോക്ടറെ ഡെയിലി 2 മുട്ട ഇടുന്ന കോഴി എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ എന്ന് കുടുംബത്തിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തൊട്ട് കോഴി മുട്ട ഇടുന്ന അങ്ങ് നിർത്തി. എന്റെ പൊന്നെ എവിടെ വർത്താനം കേട്ടാത്തൊന്നും ഞാൻ കാലെടുത്ത് വെച്ച എവിടെ കോഴിയുടെ ബാക്കിലെന്ന്. ഇതെന്തൊരു കൊള്ള. ഞാൻ അല്ല അങ്ങനെ ഞാനല്ല ഇവള് കോഴിയുടെ കേസ് പറഞ്ഞു. ഞാൻ നല്ല 1-ാം തരം ഒരു കോഴിയെ ഞാൻ പൂവൻ കോഴിയെ ഇവിടെ കൊണ്ട് കൊടുത്തേ ഞാൻ വീട്ടിൽ. എന്നിട്ട് ഇവള് എവിടെ വീട്ടിൽ നിന്ന് ആരാണ്ട് വന്നെന്നും പറഞ്ഞ് എന്റെ കണ്ണു വെട്ടി ചൈന കറി വെച്ച് നാടൻ കോഴിക്കറി എന്ന് കൊടുക്കാൻ പോണിയാ. ഒന്നേനെ ഞാൻ എന്റെ ഡോക്ടറെ ആ കോഴി എന്ന് പറഞ്ഞ ആ വീട്ടിൽ വന്നത് തൊട്ട് തുടങ്ങിയ കൂവല. രാത്രി കൂവല്, പകല് കൂവല്, വെളുപ്പം കാലത്ത് കൂവല്. ഇതിന്റെ കൂവൽ എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് കൊന്നതാ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സഹിക്കാൻ വേണമെങ്കിൽ ആരാണെങ്കിലും കൊന്നുകളയും. എന്റെ രാജശേഖരനെയോ? രാജശേഖരൻ എന്ന് പറഞ്ഞാൽ എന്റെ പൂവൻ കോഴി. അവന്റെ പേരാ രാജശേഖരൻ. അവൻ അങ്ങനെ കൂവത്തില്ലായിരുന്നു. വല്ല സമാധാനമായിട്ട് കൂവുന്ന ചെറുക്കനായിരുന്നു അവൻ. ഒരു ദിവസം ഞങ്ങൾ അപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു. അപ്പൊ ഞാനും എന്റെ രാജശേഖരനും കൂടെ നേരെ പരിപാടി കാണാൻ ചെന്നിരുന്നു. എന്നപ്പോ ആരുടെയാ ബിജുക്കുട്ടൻ മെഗാ ഷോ നടക്കുന്നു. കോമഡി ഷോ. എടാ എനിക്ക് തൊണ്ട വയ്യാത്തോണ്ട് ഞാൻ അനങ്ങിയില്ല. കോമഡി ഷോ തുടങ്ങിയത് രാജശേഖരൻ അപ്പൊ തുടങ്ങിയ കൂവല് നിർത്തി വെച്ചില്ല. അങ്ങനെ തുടങ്ങിയ ഞാനല്ല ഇങ്ങനെ കുടിക്കരുത്. കരൾ നശിച്ചു പോകും. കരളിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കിഡ്നിയിലൊക്കെ ബാധിക്കുന്നതാണ്. ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. വേണ്ട വേണ്ട. എന്നിട്ട് വേണം ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പുല്ലന്റെ വയറ്റിനകത്ത് വെച്ച് തയ്ക്കാൻ. വേണ്ട വേണ്ട. ആവശ്യമുള്ള ഒരു നിങ്ങൾ കാര്യം അങ്ങനെ ചെയ്യുവാണെങ്കിൽ അകത്ത് വെച്ച് തയ്ക്കണമെങ്കിൽ 1 ലിറ്റർ സാധനവും അതിന് വേണ്ട ടച്ചിങ്സും വെള്ളം കൂടെ കയറ്റി പോയി. ഞാൻ വെറുതെ ഈ ബിവറായി പോയി ക്യൂ നിൽക്കണ്ടല്ലോ എന്നാണ്. എന്ത് പറയാം? ഇന്നുകൊണ്ട് കുടി നിർത്തിക്കോണം. ഡോക്ടർ പറയുന്നത് കേട്ടോണം. കുടി നിർത്തുക. ഞാനോ? ഒരു കുടുംബത്തിന്റെ നാശം എന്ന് പറയുന്ന കുടിയിലാണ്. കുടിയാണോ? മദ്യപിക്കാൻ തോന്നുമ്പോൾ കുറച്ച് വെള്ളം, പച്ച വെള്ളം കൊണ്ട് കുടിക്കുക.
നിങ്ങൾ നശിച്ചു പോകും. നിങ്ങൾ നശിക്കുന്ന ആരും പറയുന്നില്ല. അതെ. എത്ര സുന്ദരമായ ജീവിതമാണ് ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നത്. ആ. പിന്നെ കയ്യിലെ കാശും പോക്കല്ലേ. അങ്ങനുണ്ടോ? പിന്നെ ഏതൊരു സിനിമയ്ക്ക് ജയസൂര്യ ഇങ്ങനെയൊക്കെ ചെയ്ത് മദ്യപാനം നടത്തി വലിയ പണക്കാരനായി. നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് മദ്യക്കുപ്പിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഇന്ന് മുതൽ ഞാൻ മദ്യപാനം നിർത്തുന്നു. ആണോ? ഈ നിമിഷം മുതൽ മദ്യപാനം നിർത്തും. അത് നമുക്ക് സത്യം ചെയ്ത് തരണം. എന്റെ അമ്മയാണ് സത്യം. എന്റെ ഭഗവാൻ, ഞാൻ ഈ നിമിഷം മുതൽ മദ്യപാനം നിർത്തും. സംശയമുണ്ട്, മാറി ഞാൻ കാണിച്ചു തരാം. എന്താണ് ഇത്? മദ്യപാനിയുടെ കുപ്പായം താണ്ടാറക്കുന്നു. ഇതെന്തോന്ന്? പുതിയൊരു മനുഷ്യന്റെ കുപ്പായം. മദ്യപാനമില്ല. ഇല്ല, ഇനി ഇയാൾ മദ്യപിക്കില്ല. മിടുക്കനാണ്. ഇല്ലില്ല. ഞാൻ ഒന്ന് മരുന്നും കൂടെ എഴുതി തരാം. അത് കൂടെ ഡെയിലി കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ സാറേ എന്റെ കണ്ണു ഉറപ്പിച്ചു സാറേ, വലിയ ഉപകാരമുണ്ട് കേട്ടോ. ഓക്കേ, ഓക്കേ. ഞാൻ എനിക്ക് ശല്യമാ കൂട്ടുകെട്ട്. നേരത്തെ കണ്ട അവിടെ ചോദിച്ചപ്പോ അടിക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നല്ല. ഒന്ന് ആലോചിച്ചേ, ഇങ്ങനത്തെ കൂട്ടുകാരെ വഷളാക്കുന്നത്. അതെ മോളെ, നീ വലിയ സന്ധ്യതാട്ടെ. എനിക്ക് സാറേ സന്തോഷമുണ്ട് സാറേ, എനിക്ക് കേട്ടോ വലിയ സന്തോഷം. എന്നെ മദ്യപാനം സാറ് നിർത്തിച്ചെങ്കിൽ ഇന്നത്തെ കൂടെ നിർത്തുവാ. ഇനി കഴിക്കരുത്. ഇത് ഇറങ്ങുന്നവരേ ഉള്ളൂ. എത്രയോ പേരാണ് മദ്യം കഴിച്ച് അത്രേ ഉള്ളൂ. ഡോക്ടറെ ഒരുപാട് നന്ദിയുണ്ട്. സന്തോഷം. ആ കുടുംബശ്രീയുടെ ലോൺ കിട്ടിയില്ലേ നിനക്ക്? അതിന് മിച്ചമുണ്ട് ഒരു 500 രൂപ താടി. ഒരു 500 രൂപ താടി. ഒരു അത്യാവശ്യ കേസ് ഉണ്ടെന്ന്. അത്യാവശ്യ കേസോ? എന്താ എന്റെ ഡോക്ടറെ, ഇയാൾ കുടുംബത്തിന് വേറെന്തോ ദുശീലം തുടങ്ങാനുള്ള പരിപാടി. ഇല്ലെന്ന് ദുശീലത്തിനല്ലെന്ന്. ഒരു 500 രൂപ തരുന്നതെന്തോ. എന്താ 500 രൂപ തരത്തില്ലേ? തരത്തില്ല. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു അനാമത്ത് ചെലവിന് വേണ്ടിയിട്ടല്ല ഞാൻ 500 രൂപ ചോദിച്ചത്. പിന്നെ എന്തിനാണ് പറയൂ? ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടാ. നമ്മൾ എത്രയോ പൈസ വെറുതെ കളയുന്നു, എത്രയോ പൈസ വെറുതെ കളയും. ഐ എം വെരി സോറി. ഈ ചേരാത്ത കോട്ട് മേടിക്കാൻ സാർ എത്ര പൈസ വെറുതെ ഈ കണ്ണാടി മേടിക്കാൻ എത്ര പൈസ കളയും? ഒരു ചാരിറ്റിക്ക് ഒരു 500 രൂപ വെച്ചാൽ ഒരുത്തനും തരത്തില്ല. അണ്ണ ക്ഷമിക്കണം. അല്ലല്ല നമ്മൾ 500 രൂപ ഒരു ചാരിറ്റിക്ക് ഞാൻ തരാം. ഒരു ചാരിറ്റിക്ക് ചോദിച്ചാൽ ഒരുത്തനും തരാത്ത. പിന്നെ അറിയാ എന്തോ ഞാനിങ്ങനെ ആർക്കും പൈസ കൊടുക്കാത്ത. അതങ്ങനെയാന്ന് പറ. പക്ഷെ ഇവിടെ വെച്ച് തന്നെ കൂടി നിർത്താന്ന് പ്രതിജ്ഞ എടുത്തു. അതാണ് ഞാൻ പറഞ്ഞു. ഒരു ചാരിറ്റി ഓപ്പൺ ചെയ്യാൻ. അത്രേ ഉള്ളൂ. അപ്പൊ തരാതിരിക്കുന്ന മോശം. മോശമാണ് സാറ്. സത്യം. നമ്മൾ എത്ര പൈസ വെറുതെ ചുമ്മാ പടക്കം പൊടിച്ചാൽ ഒരു ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരുത്തനും ഒരു 5 രൂപ കൊടുക്കാനില്ലാത്ത അവസ്ഥ കേട്ടോ. സാറേ പോട്ടെ സാറേ. അപ്പൊ എന്തായാലും ചാരിറ്റി എന്ന് പറഞ്ഞല്ലോ. എന്താ ഈ ചാരിറ്റി എന്നൂടെ പറഞ്ഞിട്ട് പോ. ഇന്നലെ ബിവറയിൽ ഇറങ്ങിയ പുതിയ സാധനം ചാരിറ്റി. അടിപൊളി. നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടനിൽ തന്നെ തുടങ്ങാം. ചേട്ടാ ശ്യാമേ, രാജേഷ്, ബിജു നല്ല സ്കിറ്റായിരുന്നു കേട്ടാ. കാരണം ഈ സമയത്ത് നമ്മൾ ഈ കുടിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു അമ്പലപ്പറമ്പിലും അല്ലെങ്കിൽ പള്ളിപ്പറമ്പിലൊക്കെ നമ്മളൊരു ഒരു സമിതി ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു കുടിയൻ ഉണ്ടാവും. അപ്പം അത് നമുക്ക് ഈ വേദി നമ്മുടെ ഈ ഫ്ലോറിൽ അല്ലെങ്കിൽ പോലും നമ്മളെല്ലായിടത്തും കാണുന്നുണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് കൂടി വരുന്നതും അവരായിട്ടുള്ളൊരു മിങ്കിളിങ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിനകത്തൊരു ആവർത്തന വിരസത ഞാൻ കണ്ടില്ല കേട്ടോ. അതുപോലത്തെ ഒരു കുടിയനായിരുന്നു. കാരണം ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ട് കുടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം നമ്മളായിട്ടുള്ള കാര്യങ്ങളും ഇവരായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ ഭയങ്കര രസമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലവ് ബേർഡ്സ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം കണ്ടപ്പോൾ വന്നാണെന്നുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും മീനാക്ഷി അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇടുമെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അതൊക്കെ ഉഗ്ര സാധനം, സ്പോട്ട് സാധനം വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത്, രാജേഷ് നിങ്ങളൊരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ കഥാപാത്രത്തെ പിടിച്ചു കഴിഞ്ഞാൽ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കുറേ സ്കിറ്റുകളായിട്ട് നമുക്കൊരു നല്ലൊരു ക്യാരക്ടറും ഒരു ഫേസും അല്ലെങ്കിൽ നമ്മളൊരു ഗെറ്റപ്പും കാര്യങ്ങളും ഒരു സൗണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊള്ളാം, ഇത് ശരിക്കും എന്ന് വെച്ചിട്ട് ആ സാധനം വലിച്ചു നീട്ടാറില്ല നിങ്ങൾ. കാരണം നിങ്ങളത് അറുത്ത് മുറിച്ച് കറക്റ്റ് മീറ്ററിൽ ചെയ്തുകൊണ്ടാണ്. അത് ഭയങ്കര കയ്യടി തരേണ്ട ഒരു കാര്യമുണ്ടത്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം ഒരു മെച്ചോർഡായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു 50 വയസ്സിൽ മുകളിലുള്ളൊരു ഡോക്ടർ, നല്ല വ്യക്തിത്വമുള്ളൊരു ഡോക്ടർ എങ്ങനെ സംസാരിക്കും, അതങ്ങനെ അവസാനം പുള്ളി പറയുന്നുണ്ട്, ഞാൻ ഈ സംസാരിക്കണതേ ഞാൻ വെള്ളമടിച്ചിട്ടില്ല എൻ്റെ സംസാരം. അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഒരാളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടർ പരുവപ്പെടുത്തിയെടുക്കൂലേ, അത് കറക്റ്റായിട്ട് രാജേഷ് ചെയ്തിട്ടാണ്. പിന്നെ ബിജുവിലേക്ക് വന്നുമ്പോൾ ബിജു ഇപ്പം ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഫീമെയിലാണ് ചെയ്യണമെങ്കിലും ഇതിനകത്തൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. കാരണം സങ്കടം വന്നാൽ കരഞ്ഞേ പറയുള്ളൂ, അതുപോലെ സന്തോഷം വന്നാൽ സന്തോഷിച്ച എൻ്റെ വീട്ടിലൊരു സന്തോഷം എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ അവിടെ നടന്ന കാര്യം നമുക്കറിയില്ല ഇത് എന്താ നടന്നെന്നുള്ളത്. അതാണെങ്കിൽ പറയണമില്ല, ഇവരാണെങ്കിൽ ഒടുക്കത്തെ ചിരി. അതിനിടയിൽ രാജേഷിൻ്റെ കുറേ കാര്യങ്ങൾ പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗംഭീരമായിരുന്നു. 3 പേരും അടിപൊളിയായിരുന്നു. കാരണം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ആവർത്തന വിരസതയുള്ളൊരു സാധനം നല്ല ക്ലാസ്സായിട്ട് നന്നായിട്ട് ചെയ്തിട്ടാ. 3 പേരും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അടിപൊളി.
ഇക്ക കൊള്ളായിരുന്നു കേട്ടോ. നല്ല അവതരണ ശൈലിയായിരുന്നു. കാരണം സാധനം പഴയ പാറ്റേണാണ്. മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ പള്ളിയിലച്ഛൻ്റെ അടുത്തോ അങ്ങനെ ആരുടെ അടുത്തും കൊണ്ടുപോകുന്ന സാധനം എന്ന് വെച്ചാൽ ത്രെഡ്, അത് പഴയ ഒരു സാധനമാണ്. പക്ഷേ അത് നിങ്ങൾ അവതരിപ്പിച്ചതിൻ്റെ രീതിയാണ്, അതിലാണ് പുതുമയുള്ളത്. അതത്ര മനോഹരമായിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്തു. കാര്യം ഈ കുടിയൻ എന്ന് പറയുന്നത് നമ്മൾ പലത് കണ്ടിട്ടുണ്ട്, പല ടൈപ്പിലെ കുടിയന്മാരെ കണ്ടിട്ടുണ്ടല്ലോ. എന്നോടൊരു സീരിയലിൽ ഒരു കുടിയനായിട്ട് അഭിനയിക്കാനായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാകത്തില്ല, എനിക്കറിയാമല്ലോ അത് അങ്ങനെ ചെയ്യാനായിട്ട്. അത് സാധാരണ ഇത് കുടിയന്മാരെ സ്പെഷ്യൽ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ഞാൻ അവരുടെയൊക്കെ പേര് പറഞ്ഞു, അവരെ ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനത്തെ കുടിയന്മാരെ കണ്ടിട്ടുള്ളോ, പല രീതിയിലുള്ള കുടിയന്മാരുണ്ട്. അപ്പോൾ അതിലൊരു രീതിയിലൊരു കുടിയനെ നിങ്ങൾ പിടിച്ചാൽ മതി, ആ കണ്ട ഒരു കുടിയന്മാരും ഇതിൽ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അതിപ്പോൾ ചെയ്തത്. അപ്പോൾ ഇതിലെ കുടിയൻ ആ ഒരു രീതിയിലൊരു കുടിയനായിരുന്നു ഒന്നത്. രണ്ടാമത് തിരുവമ്പാടിയുടെ ആ ഡയലോഗ് പ്രസൻറ്റേഷൻ, ആ സാധനം അതിനൊരു ഹൈലൈറ്റായി നിങ്ങളുടെ സ്കിറ്റിൻ്റെ അകത്ത്. പിന്നെ നമ്മുടെ പൊഴിയൂരിൻ്റെ ആ ലേഡി ആദ്യം വന്നുള്ള ആ ചിരിയും ആ മുട്ട ഇട്ടോന്ന് നോക്കുന്ന നോട്ടവേ, അങ്ങനെ കുറേ പോർഷൻസുകൾ ഒക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇടയ്ക്കൊരു ഭാഗത്ത് എന്തോ മറന്നതുപോലെ ഒരു കുഞ്ഞ് ഫീലിംഗ് എനിക്ക് കിട്ടി, ഒരു കുറച്ച് ഏരിയയിൽ, ശകല ഏരിയയിൽ. പിന്നെ നിങ്ങൾ ക്ലൈമാക്സിലേക്ക് എത്തിക്കാനുള്ളൊരു വ്യഗ്രത കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് സത്യമാണെന്ന് തോന്നുന്നു അല്ലേ? ഇടയ്ക്ക് കഴിഞ്ഞ എവിടെയോ ഒരു ചെറിയ മിന്നൽ സംഭവിച്ചിട്ടുണ്ട്, സത്യമാണത്. ഓക്കെ, എന്നിരുന്നാലും നിങ്ങൾ ഉള്ളത് വളരെ മനോഹരമായിട്ടും വൃത്തിയായിട്ടും ചെയ്തു. 3 പേരും ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഈ നസീറൊക്കെ പറഞ്ഞ മിന്നൽ ഒഴിച്ചാൽ നിങ്ങൾ 100% അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ 3 പേരും മത്സരിച്ച് അഭിനയിക്കുന്ന ആൾക്കാരാണ്. അത് ഞാൻ രാജേഷിൻ്റെ അപ്പിയറൻസിന് ഞാൻ അടിപൊളി, രാജേഷിൻ്റെ ക്യാരക്ടർ, രാജേഷ് തുടക്കം തൊട്ട് നല്ല രസമായിട്ടത് കളിച്ച് കയറ്റിയെന്നുള്ളതാണ് കേട്ടോ. കാരണം ഈ തുടക്കത്തിലെ ഫോൺ വിളി തൊട്ട് നമുക്കത് രജിസ്റ്ററായി, ആ ക്യാരക്ടർ എങ്ങനെയാണ് അത് പോകുന്നത്. പിന്നെ ആ തുടക്കത്തിലെ ഡയലോഗ്സൊക്കെ നല്ല ചിരി കിട്ടുന്ന, വേറെ ഒന്നും അധികമായിട്ട് പറഞ്ഞില്ല, ആ ഡയലോഗ്സൊക്കെ നല്ല രസമായിരുന്നു. അതിനുശേഷം ബിജുവിൻ്റെ എൻട്രിയിൽ ബിജു വന്നൊരു ചിരി അങ്ങോട്ട് തുടങ്ങിയിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്നില്ല എല്ലാവരും. കാര്യം ആ ചിരി അത് അങ്ങനെ ചിരിപ്പിക്കുക വലിയ പാടാണ്. അത് നല്ല രസമായിട്ട്, കാര്യം കഥ പറഞ്ഞ് പുള്ളി ഈ പറയുന്നുണ്ട് ശ്യാമുമായിട്ട് നേരത്തെ നിങ്ങൾ ഹസ്ബൻഡുമായിട്ട് നേരത്തെ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾ എപ്പോഴും ചിരിയായിരുന്നു. ആ ചിരി തുടങ്ങിയതിന് ശേഷം പിന്നെ സങ്കടം പറയുന്നു. ആ സങ്കടത്തിലേക്ക് വന്നപ്പോൾ എന്താണ് കാര്യം പറയാനും പറ്റുന്നില്ല. അത് നിങ്ങൾ രണ്ടുപേരുടെ ആ കോമ്പിനേഷൻ നല്ല രസമായിട്ടത് കളിച്ചു കേട്ടോ. അതിനൊരു ഉഗ്രം കൈയിടി. കാരണം അതിന് കൈയിടിയൊക്കെ മേടിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ടിട്ടാണ്. അതിനുശേഷം ശ്യാമൻ ഇവിടുന്നുള്ള എൻട്രി ഭയങ്കര രസമായിരുന്നു. വന്നതിന് ശേഷം കുറേ ഡയലോഗ്സൊക്കെ പറഞ്ഞു, ആ കൗണ്ടറെല്ലാം പറഞ്ഞു. നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ കളിച്ചു. പിന്നെ ഇടയ്ക്ക് പറയുന്ന പോലെ ഇടയ്ക്ക് എവിടെയോ ഒരു സാധനത്തിൽ രാജേഷിനോട് ചോദിക്കുന്ന കേട്ടു, ഇതിങ്ങനെ പറയുന്നതാണോ അതോ ക്യാരക്ടർ പിടിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അത് മനഃപൂർവ്വം പറഞ്ഞാണോ അതോ കുഴഞ്ഞ് സംസാരിക്കുന്നതാണോ അതോ ക്യാരക്ടർ? ഇല്ല, എനിക്കറിയത്തില്ല ഇങ്ങനെ സംസാരിക്കും. ഞാൻ അവിടെ ഇവിടെ കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബിജു എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു ശൈലി പിടിച്ചു പറയാൻ ഇവിടെ കേറിയപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെ പറയാനാ, ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് ചോദിച്ചു. എന്നാ പറയാനാ, എങ്ങനെ പറയാൻ മതി, അന്നാ ഇങ്ങനെ പറയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇവൻ അറിയില്ല ഇത് ഞാൻ അവിടെ പോയപ്പോഴേ ഇത് പ്ലാനിങ് ഇതപ്പോ റിഹേഴ്സൽ ഉണ്ടായിരുന്നില്ല. ഇല്ല ഇപ്പൊ ഇവിടെ വെച്ച് ചെയ്തതാ. കാര്യം അത് നമുക്ക് ചിരി വന്നു. കാര്യം അത് എനിക്ക് തോന്നിയത് ശ്യാമിന് ഇത് പിടികിട്ടിട്ടില്ല. കാര്യം ഇവിടെ പക്ഷേ ഇത് പല്ലിനിടയുള്ള ഗ്യാപ്പിലാണോ കാര്യം അത് പറഞ്ഞു. അതുപോലെ ഒരു സാധനം ഏക്കാതെ പോയിട്ട് ശ്യാമത്തില്ല വിട്ടേക്ക്, അത് വിട്ടേക്ക് അല്ലേ അത് തിരിച്ചു പറഞ്ഞു. കാര്യം നമുക്കത് മനസ്സിലാവും. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്ത് കളിച്ചു എന്നുള്ളതാണ്. ബാക്കി ക്ലൈമാക്സ് ഒക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് ചാരിറ്റി. ആ ചാരിറ്റിക്ക് ഒരു നല്ല കൈയിടി ഉഗ്രം ക്ലൈമാക്സിൽ കൊണ്ടെത്തിച്ചു. 3 പേര് നല്ല ഗംഭീരമായിട്ട് ചെയ്തു. 3 പേർക്ക് വളരെ അടിപൊളി. അപ്പൊ കമന്റ്സ് ഒക്കെ കേട്ട സ്ഥിതിക്ക് നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ബിജുക്കുട്ടൻ ചേട്ടാ. ഞാനൊരു 13,000 രൂപ കൊടുക്കാം. ഓക്കെ, 13,000 രൂപ. അടുത്തായിട്ട് പ്രചോദേട്ടാ. ഞാനും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 13,000 രൂപ. അപ്പൊ 13 + 13 26,000 രൂപയാണ് ഇപ്പൊ നിലവിൽ ലഭിച്ചിരിക്കുന്നത്. അവസാനം ഇരിക്കുന്നത് നമ്മുടെ നസീർക്കയുടെ കയ്യിലാണ്. ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചാരിറ്റി 65,000 രൂപയാണ് ചാരിറ്റി നേടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻസ്. മീനാക്ഷി, ഈ തുക കൊണ്ട് എന്ത് ചാരിറ്റിയാ ചെയ്യാൻ പോകുന്നത് ഞാൻ അറിയണം. അല്ലാതെ മറ്റൊരു അനാമത്തെ ചെലവിന് വേണ്ടിയിട്ടല്ല, ഒരു ചാരിറ്റിക്ക്. ഓക്കെ, അപ്പം എന്തായാലും ചാരിറ്റി ഒന്നും ചെയ്തേക്കരുത് കേട്ടോ ചേട്ടന്മാരെ. താങ്ക് യു സോ മച്ച്. അപ്പൊ വീണ്ടും നമുക്ക് കാണാം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു
എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? അടിപൊളി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് വീണ്ടും കാണാം. Till then, this is me Meenakshi Sudheer signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night. Flowers Comedy.